മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് മാത്രം പാട്ട് റെക്കോർഡ് ചെയ്ത് വിത്ത് കരോക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ പാടാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു സ്പീക്കർ, 2 ഫോണിൽ നമ്മൾ നോർമൽ റെക്കോർഡ്, അതായത് ഈ ഫോണിൽ ഇട്ടിട്ടില്ല കരോക്കെ ഇതിൽ വർക്ക് ആവുന്നു, സ്പീക്കറിൽ വർക്കായിട്ട് ആ സ്പീക്കറിൽ പാടുന്ന കരോക്കെ അനുസരിച്ച് നമുക്ക് വോക്കൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ഫോണിൽ നമ്മൾ നോർമൽ റെക്കോർഡ്, ഫോണിലൊക്കെ നോർമലി വരുന്ന റെക്കോർഡ് അതിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഈ നോർമൽ റെക്കോർഡ് നമ്മൾ പ്ലേ ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ മറ്റേ ഫോൺ എടുത്തിട്ട് നമുക്ക് ഏത് കരോക്കെയാണോ വേണ്ടത് ആ കരോക്കൊക്കെ അനുസരിച്ച് അതിൽ ഔട്ട് വരും. അകമേ പൂരിയവളാണ് കദളിത്തേനതരമാണ്. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഈ ഫോണിൽ ഇട്ടിട്ടില്ല കരോക്കെ, ഇതിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ വോക്കലും വിത്ത് കരോക്കും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നോർമൽ എങ്ങനെയാണോ കരോക്കെ വെച്ച് പാടുന്നത് അതേ രീതിയിൽ ഇതിൽ റെക്കോർഡായിട്ടുണ്ടാവും. ശേഷം നമുക്ക് വേണ്ടത് മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടില്ല ക്യാപ് കട്ട്, എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിട്ടില്ല ക്യാപ് കട്ട് എടുക്കുക. ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ തുറന്നിട്ട് അതിൽ ഒരു ഡ്രാഫ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ റെക്കോർഡ് ഉണ്ടല്ലോ, ആ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ഓഡിയോ ഇപ്പോൾ അതിൻ്റെ റോ ഫയൽ നമ്മൾ എങ്ങനെയാണോ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓഡിയോൻ്റെ ആ ക്ലിപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. സ്പ്ലിറ്റ്, ഫേഡ്, വോളിയം, ഓഡിയോ എഫക്റ്റ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. ആ ഓഡിയോ എഫക്റ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൽ റിവർബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിട്ട് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാവും സൂപ്പർ റിവർബ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് നമ്മളെ വോയിസും വിത്ത് കരോക്കെ എത്രത്തോളം കംഫർട്ടാണ്, എത്രത്തോളം കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ ടിക്ക് കൊടുക്കുക, സേവ് കൊടുക്കുക. ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും. ശേഷം നമുക്ക് ഈ ട്രാക്ക് സേവ് ആക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു പാട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക, സെറ്റ് ആക്കുക എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ പാട്ട് പാടാൻ താല്പര്യമില്ല, ക്യാഷ് ഇല്ല, സ്റ്റുഡിയോ പോകാൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറയുന്ന ചെങ്കനോ ചെങ്കത്തിക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ബൈ.